ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെ എങ്ങനെയാണ് ഇറാൻ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ബാധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമുസ് കടലിടുക്കിന്റെ തന്ത്രപരമായ സ്ഥാനമാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ കടലിടുക്കാണ് ഹോർമുസ് ഇടനാഴി. ഗൾഫിനെ അമേരിക്കൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഹോർമുസ് കടലിടുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര ഇടനാഴി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ, ഇറാൻ തുടങ്ങിയ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ, നമുക്കറിയാവുന്നതാണ് അറേബ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ സാമ്പത്തിക നട്ടല് എന്ന് പറയുന്നത് എണ്ണ വ്യാപാരമാണ്. ആ രാജ്യങ്ങൾക്ക് അസംസ്കൃത എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഒക്കെ കയറ്റുമതി ചെയ്യാനായി ഉപയോഗിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കാണ്. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 160 കിലോമീറ്റർ ആണ്. 33 കിലോമീറ്റർ വീതിയുമുണ്ട്. പക്ഷേ ഈ വീതി എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് അത് വളരെ ചുരുക്കമായി മാറുകയാണ്. ഏതാണ്ട് 3.2 കിലോമീറ്റർ വീതിയിലുള്ള ഈ ഒരു കപ്പൽ ചാല മാത്രമാണ് അവിടെയുള്ളത്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായി ഈ വെല്ലുവിളി ഇറാന് വലിയ തോതിലുള്ള മേൽക്കൈ നൽകുന്ന ഒന്നാണ്. പലയിടത്തും ആഴം കുറവാണ് എന്നതിനാൽ കടൽ മൈനുകൾ എളുപ്പത്തിൽ സ്ഥാപിക്കാനും കഴിയുമെന്നതാണ് പ്രധാനം. കരയിൽ നിന്നും കടലിൽ നിന്നും കപ്പലുകളെ ആക്രമിക്കാനും സാധിക്കും. അതായത് ഇപ്പോൾ എതിർ രാജ്യങ്ങളുടേതാണ്, എതിർ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട കപ്പലുകളാണ് എങ്കിൽ പോകുന്നത് എങ്കിൽ അതിനെ ആക്രമിക്കാനുള്ള സാധ്യതയാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ എണ്ണ വിപണി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനും സ്വാധീനിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും ഒരു തരത്തിലും അത്രമേൽ രൂക്ഷമാകാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസമായി കണക്കാക്കുന്നത്. കപ്പലുകളുടെ നാവിഗേഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്താനും ഇറാന് കഴിയും എന്നുള്ളതാണ്. ഹോർമുസിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. കപ്പൽ മാർഗമുള്ള എണ്ണ വിതരണത്തിന്റെ 4/1 ഹോർമുസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സൗദി, UAE, കുവൈത്ത്, ഇറാഖ് അടക്കം ഒപെക് രാജ്യങ്ങൾ ആശ്രയിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കാണ്. LNGയുടെ മുൻനിര കയറ്റുമതിക്കാരായ ഖത്തറും ഹോർമുസിനെ ആശ്രയിക്കുന്നു. ഗൾഫിലെ എണ്ണ വിതരണക്കാർക്ക് കയറ്റുമതിക്ക് മറ്റൊരു കടൽ മാർഗമില്ല എന്നതാണ് ഹോർമുസിന്റെ പ്രസക്തി. പക്ഷേ നോക്കൂ, നമുക്ക് ഇപ്പോഴും അറിയാവുന്നതാണ് അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ നിലവിലുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് അല്ല. അത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ ഭൂമിശാസ്ത്രപരമായി അമേരിക്കയെ ആക്രമിക്കാൻ കഴിയാത്തതിനാൽ സൈനിക താവളങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് വിരുദ്ധമായ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് സൗദി അറേബ്യയുടെ അടക്കം UAEയുടെ അടക്കം തുറമുഖങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നതാണ് ഇപ്പോൾ GCC രാജ്യങ്ങളുമായി അവർക്കുള്ള ബന്ധത്തെ വലിയ തോതിൽ ബാധിക്കുന്നത്. പ്രതിവർഷം ഹോർമുസ് കടലിടുക്ക് വഴി അതായത് പ്രതിദിനം ശരാശരി 20 ദശലക്ഷം ബാരലിലധികം എണ്ണ കടന്നു പോകുന്നു എന്നുള്ളതാണ്. വലിയ സാമ്പത്തിക കച്ചവടവും കയറ്റുമതിയുമാണ്. ഒരു ദിവസം ഹോർമുസ് അടച്ചിട്ടാൽ പോലും എണ്ണവില ബാരലിന് $120 $150 ഇടയിൽ എത്തും എന്നുള്ളതാണ് കണക്ക്. ഗൾഫിൽ നിന്നും ചൈന, യൂറോപ്പ്, US എന്നിവിടങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നത് നിലച്ചാൽ എണ്ണ വിതരണ ശൃംഖല തന്നെ തടസ്സപ്പെടും. അതും വില ഉയർത്താൻ കാരണമാകും. ഇന്ത്യയിലും വില ഉയരുമെന്നതാണ് പ്രധാനം. രാജ്യാന്തര വില ഉയർത്താൽ ഇന്ത്യയെ വലിയ തോതിൽ അത് ബാധിക്കും. ആവശ്യമായ എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് വിലയുയരുന്നത് വലിയ തോതിൽ ഇറക്കുമതി ചെലവ് കൂട്ടുകയും ചെയ്യും. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ വാങ്ങലിന്റെ ഏകദേശം 40% ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ്. UAE, കുവൈത്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും സാരമായി ബാധിക്കും. ഇന്ത്യൻ കയറ്റുമതിയുടെ ഏകദേശം 13% നടക്കുന്നത് ഹോർമുസ് വഴിയാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇറാന്റെയും ഒമാനും ഇടയിലുള്ള ഈ ഹോർമുസ് കടലിടുക്ക് വ്യാപാര മേഖലയിൽ ഇന്ത്യക്കും മറ്റു ലോകരാജ്യങ്ങൾക്കും അറേബ്യൻ രാജ്യങ്ങൾക്കും എല്ലാം ഏറ്റവും പ്രധാനമാണ്. അതിന്റെ നിയന്ത്രണം കയ്യിലുള്ള 2 രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ഉയർന്നുകൂടുന്നത് അതുകൊണ്ട് തന്നെ ലോകം വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നതുമാണ്.